അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുണ്യ ഹബീബ് മിഅ്റാജിൻ്റെ രാത്രിയിൽ കണ്ട പല കാഴ്ചകളും നാം വിശദീകരിച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണർത്തേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റിജാലൻ വ അഖ്വാമൻ തർലഖു റൂസഹും ബിൽ ഹിജാറത്തി. കല്ലുകൊണ്ട് സ്വന്തം തല തല്ലിപ്പൊളിക്കുന്ന ഒരു വിഭാഗം ആളുകളെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇൻ്റെ രാത്രിയിൽ സന്ദർശിക്കുകയുണ്ടായി. ഖാല മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീലെ ഇതാരാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പുണ്യ നബി ചോദിച്ചു. ഖാല ഹൗലാഇ അല്ലദീന തതസാഖലു റൂസുഹും അനിസ് സ്വലാത്തി. നിസ്കാരം വല്ലാതെ ഭാരമായി അനുഭവപ്പെടുന്ന ആളുകൾ, നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, നിസ്കാരം അവർക്ക് ഭയങ്കര കനാണ്. നിസ്കരിക്കാൻ വിളിച്ചാൽ എണീക്കാൻ, നിസ്കരിക്കാൻ പോകാൻ, ബാങ്ക് കേട്ടാൽ ഒക്കെ അവർക്ക് വല്ലാത്തൊരു ഭാരമായി നിസ്കാരം അനുഭവപ്പെടും. അത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ചിന്തിക്കുക, നമ്മിൽ ഒരുപാട് ആളുകളുടെ അവസ്ഥ അത് തന്നെയല്ലേ? നിസ്കാരം അവർക്ക് വല്ലാത്തൊരു ഭാരമാണ്. നിസ്കരിക്കാൻ ആരെങ്കിലും പറയുന്നത് പോലും അവർക്ക് വല്ലാത്തൊരു ഭാരമായി അനുഭവപ്പെടുകയാണ്. നന്നായി ശ്രദ്ധിക്കണം നിസ്കാരത്തിൻ്റെ കാര്യം. നാം ചിന്തിക്കുന്നതിലൊക്കെ ഒരുപാട് ഗൗരവമാണത്. മറ്റൊരു വിഭാഗം ആളുകളെക്കുറിച്ചും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, റഅൻ നബിയു റിജാലൻ യഅകുലൂന ലഹ്മൻ നത്നൻ ഖബീസൻ. വളരെ മോശമായ ചീഞ്ഞളിഞ്ഞ രൂപത്തിലുള്ള ഇറച്ചി എടുത്ത് കഴിക്കുന്ന ഒരു വിഭാഗം ആളുകളെയും പുണ്യ നബി കണ്ടു. വബൈന ഐദീഹിം അൽ ലഹ്മു ത്വയ്യിബുൻ നളിജ്. അവരുടെ മുമ്പിൽ വളരെ ശുദ്ധമായ നല്ല പാകമായ നല്ല ഇറച്ചിയുണ്ട്, അത് മാറ്റി വെച്ചുകൊണ്ട് ചീഞ്ഞളിഞ്ഞ മാംസം എടുത്ത് ഭക്ഷിക്കുന്നു. ഖാല മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീൽ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഹൗലാഇ റിജാലുൻ മിൻ ഉമ്മത്തിക തകൂനു ഇൻദ അഹദിഹിൻ അൽ മർഅതു ബിൽ ഹലാലി. ഇത് നിന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, അവന് ഹലാലായ ഒരു ഭാര്യയുണ്ട്. ഫയദഉഹാ വയബീതു ഇൻദ ഇംറഅത്തിൻ ഖബീസത്തിൻ ഹത്താ യുസ്ബിഹ. അവന് സ്വന്തം ഭാര്യയെ വീട്ടിലിരുത്തിക്കൊണ്ട് മറ്റൊരു ഭാഗത്ത് പോയി ഒരു മോശപ്പെട്ട സ്ത്രീയോടുകൂടി രാത്രി ചിലവഴിക്കുന്ന ആളുകൾ. മലയാളത്തിൽ പറഞ്ഞാൽ വ്യഭിചരിക്കുന്ന ആളുകൾ. സ്വന്തം ഭാര്യയെ ഒഴിവാക്കി നിർത്തിയിട്ട് മറ്റു സ്ത്രീകളിൽ സുഖം കണ്ടെത്തുന്ന ആളുകൾ. അത്തരത്തായ ആളുകൾക്ക് വേണ്ടിയാണ് ഈ രൂപത്തിലുള്ള ശിക്ഷയുള്ളത് എന്ന് പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക. സ്വന്തം വീട്ടിലുള്ള നല്ല ഭക്ഷണം, ഹലാലായ ഭക്ഷണം ഒഴിവാക്കി മറ്റൊരിടത്തുള്ള ഹറാമായ ഭക്ഷണം തേടിപ്പോകുന്നവർ, അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഇത്തരത്തിലുള്ള ശിക്ഷാരീതികളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇസ്രാവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഈ വിഷയം പൂർത്തിയാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.